വെൽക്കം ടു ക്വാണ്ടം മെക്കാനിക്സ്. നമ്മളിന്ന് ഇക്വേഷൻ ഓഫ് മോഷൻ ക്വാണ്ടം മെക്കാനിക്സിൽ ഒന്ന് കാണണം. അത് ഏൺഫസ്റ്റ് തിയറത്തിൻ്റെ ഒരു ജനറൽ പ്രൂഫിൻ്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് സങ്കല്പങ്ങൾ ഉപയോഗിച്ച് റിയാലിറ്റി പഠിക്കാം. ഇപ്പോൾ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്, ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ്, ഇതൊക്കെ ഗ്ലോബിലും മാപ്പിലുമേ ഉള്ളൂ. പക്ഷേ അത് വെച്ച് നമുക്ക് രാജ്യങ്ങൾ, മറ്റ് സ്ഥലങ്ങളൊക്കെ ലൊക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു, മാപ്പ് ഉപയോഗിച്ച് രാജ്യങ്ങളെ പഠിക്കുന്നു. മാപ്പല്ലല്ലോ രാജ്യം. ഇവിടെ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ഷ്രോഡിംഗർ മെത്തേഡിൽ കണ്ട കാര്യം, ക്ലാസിക്കൽ ഫിസിക്സിലെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ വേവ് പാക്കറ്റായിട്ട് മാറ്റി. വേവ് പാക്കറ്റ് ശുദ്ധമായ സങ്കല്പമാണ്. അപ്പോൾ വേവ് പാക്കറ്റാണ് പാർട്ടിക്കിളിൻ്റെ മോഡല് ക്വാണ്ടം മെക്കാനിക്സ്. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്ററിനെ നമുക്ക് ക്വാണ്ടിറ്റിയുടെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കാം. വേവ് പാക്കറ്റ് വരുമ്പോൾ തന്നെ അൺസർട്ടനിറ്റി ഉണ്ട്. അവിടെ നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ എക്സ്പെക്റ്റേഷൻ വാല്യൂസ് ഓപ്പറേറ്ററുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് നമുക്ക് ക്ലാസിക്കൽ ഫിസിക്സിലെ ഇക്വേഷൻസ്, അവിടുത്തെ പാരാമീറ്റേഴ്സ് ഇവിടെ ഓപ്പറേറ്റേഴ്സാക്കി മാറ്റാം. അവിടെ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ ഇവിടെ മൊമെൻറ്റം ഓപ്പറേറ്റർ, മറ്റേ റിയൽ മൊമെൻറ്റം പറയുമ്പോൾ ഇവിടെ മൊമെൻറ്റം ഓപ്പറേറ്റർ പറഞ്ഞാൽ മതി. അപ്പോൾ ഏത് ക്വാണ്ടിറ്റിക്കും ഒരു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ ചർച്ച ചെയ്യാം. സങ്കല്പത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞു, ഒരു പയ്യനെ വിളിച്ചു പോകുന്നു, മാപ്പിൻ്റെ അമേരിക്കൻ മാപ്പ് കീറിയെടുത്തിട്ട് പോക്കറ്റിലിട്ടിട്ട് പറയുന്നു, ഞാൻ അമേരിക്ക എൻ്റെ പോക്കറ്റിലുണ്ട് എന്ന് പറയുന്നത് പോലെ നമുക്ക് സിസ്റ്റത്തിനെ, അത് പറയുന്നത് തെറ്റൊന്നുമില്ല, അവൻ ഏതാണ്ടൊക്കെ അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്, അമേരിക്കയെപ്പറ്റി എന്നും മനസ്സിലാക്കാം നമുക്ക്. ഇവിടെ ഞാൻ ആദ്യം ഒരു ചെറിയ പ്രൂഫ് എടുക്കുക. Prove that time derivative of an operator a hat is the commutator of Hamiltonian h and a hat multiplied by I by h cut. ആ കിട്ടുന്ന റിസൾട്ടിന് ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയും. നമുക്കറിയാം, ഷ്രോഡിംഗർ ഇക്വേഷൻ എച്ച് ഓപ്പറേറ്റർ ഫോമിൽ എഴുതിയ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ ഈസ് എച്ച് സൈ ഈക്വൽസ് ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി. ഈ ഐ എച്ച് കട്ട് ഇതിനെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്താൽ ഇവിടെ ഐ സ്ക്വയർ വരും. ഐ സ്ക്വയർ ഈസ് -1. അപ്പോൾ -1 ബൈ ഐ എന്ന് എഴുതാം. ഇത് ചുരുക്കത്തിൽ എച്ച് മൈനസ് എച്ച് കട്ട് ബൈ ഐ ഇൻറ്റു ഡോ ബൈ ഡോ ടി. ഇത് കോംപ്ലക്സ് കോൺജുഗേറ്റ് സൈയുടെ സ്ഥാനത്ത് എടുക്കുന്നതെങ്കിൽ ഈ ഐ മൈനസ് വെക്കണം. അപ്പോൾ ഇതങ്ങ് പ്ലസ് ആവും. ഇവിടെ നമുക്ക് ഡോ ബൈ എച്ച് ഈസ് ഹാമിൽട്ടോണിയൻ മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m പ്ലസ് ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വി. അതാണ് എച്ച്. ഇവിടെ സൈ വരുമ്പോൾ ഇതാണ് ഫോം. സൈ സ്റ്റാർ എടുത്താൽ ഇതങ്ങ് പ്ലസ് ആകണം. ഇതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ്. ഇവിടെ നമുക്ക് ഡോ ബൈ ഡോ ടി ഇൻ ടേംസ് ഓഫ് എച്ച് ഓപ്പറേറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാമല്ലോ. അവിടുന്ന് ഡോ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു എച്ച്. സൈ അങ്ങ് തൂത്ത് കളഞ്ഞിട്ട് ഇവിടുന്ന് ഡോ ബൈ ഡോ ടി എടുത്താൽ മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു എച്ച് എന്ന് കിട്ടുമല്ലോ. സ്റ്റാർ ഫങ്ഷൻ എടുക്കുമ്പോൾ ഈ മൈനസ് എന്നുള്ളതങ്ങ് പ്ലസ് ആകും. അപ്പോൾ ഡോ ബൈ ഡോ ടി ഈസ് ഐ
by h cut into h. This is for psi and this is for psi star. ഈ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ദി ഓപ്പറേറ്റർ എ, എപ്പോഴും ഈ ഹാറ്റ് വരച്ചിടുന്ന മെനക്കേടായതുകൊണ്ട് ഇടുന്നില്ല, ഇടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഓപ്പറേറ്റർ എ, that is defined using the inner product integral psi star a psi. ഇൻ്റഗ്രൽ psi star a psi എന്നുള്ളത് ഇന്നർ പ്രോഡക്റ്റായിട്ട് എഴുതുമ്പോൾ psi star a psi കോമ ബ്രാക്കറ്റിനകത്ത്. ആ psi star ഈ ബ്രാക്കറ്റിനകത്ത് ഇന്നർ പ്രോഡക്റ്റ് ഉപയോഗിച്ച് എഴുതുമ്പോൾ അങ്ങനെ എഴുതാം, സ്റ്റാർ ഇടാറില്ല, psi a psi എന്ന് എഴുതുക. സമയം ലാഭിക്കുക കൂടെ വേണമല്ലോ. ഇനി ഇത് ഹാമിൽട്ടോണിയൻ്റെ ടൈം റേറ്റ് എടുക്കുക. ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ഈസ് d/dt ഓഫ് എ ക്യാപ്. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സമ്മായിട്ട് മാറും. ഡോ സൈ ബൈ ഡോ ടി എ സൈ പ്ലസ് സൈ എ ഡോ സൈ ബൈ ഡോ ടി എന്നെഴുതാം. ഇത് ഈ ഇന്നർ പ്രോഡക്റ്റൊക്കെ ഉപയോഗിച്ചാലുള്ള ഗുണം ഇതാണ്, നമുക്ക് വളരെ സൗകര്യമുണ്ട്, എളുപ്പമാണ്. ഇത് ഇൻ്റഗ്രലൊക്കെ ഇട്ട് അതിനകത്ത് ഈ ഡിഫറൻസിയേഷനൊക്കെ അടിച്ച് കയറ്റി സമയം പോകും. ഇത് ഇൻ്റഗ്രലാണെന്ന് മനസ്സിലിരിക്കുക, എന്നിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇത് ഒരു പ്രോഡക്റ്റായിട്ട് വരും. സൈ സ്റ്റാർ എ സൈ, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 ടേം വരും. അപ്പോൾ ഇത് ഇന്നർ പ്രോഡക്റ്റ് ആക്കി വീണ്ടും എഴുതും. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഡോ സൈ ബൈ ഡോ ടി. ഇനി ഈ ഡോ ബൈ ഡോ ടി ഇവിടോട്ട് ഇത് ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ആദ്യത്തെ ഇത് സൈ സ്റ്റാറാണ് സത്യത്തിൽ. അപ്പോൾ ഈ ഡോ ബൈ ഡോ ടി ഈ ടേം കാണാൻ കൊടുക്കുക. ഐ ബൈ എച്ച് കട്ട് എച്ച് സൈ എ സൈ പ്ലസ് സൈ എ ഇ ഡി ബൈ ഡി ടി ഇതാ ഇതിൻ്റെ മൈനസ് ഐ ബൈ എച്ച് കട്ട് എച്ച് സൈ. ചുരുക്കത്തിൽ ഇത് ഐ ബൈ എച്ച് കട്ട് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു എച്ച് സൈ എ സൈ മൈനസ് ഇത് മൈനസ് സൈ എ എച്ച് സൈ. ഈ എച്ച് എന്ന് പറയുന്ന ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്ററാണ്. അപ്പോൾ നമുക്ക് എച്ച് സൈ എ സൈ എന്നുള്ളത് സൈ എച്ച് എ സൈ എന്ന് എഴുതാം. ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യാമല്ലോ. സൈ എഫ് സൈ ഈക്വൽസ് എഫ് സൈ സൈ. എച്ചിൻ്റെ പൊസിഷൻ മാറ്റാം, ഇതെടുത്ത് ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ ഹെർമീഷ്യനാണ്. ഇപ്പോൾ ഹാമിൽട്ടോണിയൻ ബീയിങ് എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എച്ച് സൈ എ സൈ ഈക്വൽസ് സൈ എ എച്ച് സൈ. ഇതിവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ടേം എച്ച് സൈ എ സൈയുടെ സ്ഥാനത്ത് സൈ എച്ച് എ സൈ എന്നിവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ? സോ ഡി എ ബൈ ഡി ടി ഈക്വൽസ് ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു സൈ എ എച്ച് സൈ മൈനസ് സൈ ഇത് എച്ച് എ സൈ മൈനസ് സൈ എ എച്ച് സൈ. ഇതിൽ നിന്ന് ഓപ്പറേറ്റർ പാർട്ടിഞ്ഞ് തിരഞ്ഞെടുക്കുക. ഇവിടെ നമുക്ക് ഓപ്പറേറ്റർ പാർട്ടിഞ്ഞ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓപ്പറേറ്റർ പാർട്ട് ഏതാ? എ എച്ച് എ മൈനസ് എ എച്ച്. എച്ച് എ മൈനസ് എ എച്ച് ഈസ് കമ്മ്യൂട്ടേറ്റർ എച്ച് എ. So we get dA by dt equals I by h cut into commutator HA. HA എന്ന് പറയുമ്പോൾ HA minus AH. That is proved. ചുരുക്കത്തിൽ ഇതിനാണ് ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുക. ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് ദി ഓപ്പറേറ്റർ എ ഈസ് ഐ ബൈ എച്ച് കട്ട് ടൈംസ് കമ്മ്യൂട്ടേറ്റർ ഓഫ് ഹാമിൽട്ടോണിയൻ ആൻഡ് ദി ഓപ്പറേറ്റർ. ഇത് സത്യത്തിൽ ഏൺഫസ്റ്റ് തിയറത്തിൻ്റെ ജനറലൈസ്ഡ് ഫോമാണ്. അടുത്ത ചോദ്യങ്ങളിൽ നമ്മളത് സ്പെഷ്യൽ കേസായിട്ട് എടുക്കും. 12 പ്രൂഫുകൾ വേറെ വരും.
ഇത് ജനറലൈസ്ഡ് ഫോമാണ്. ഇതിനാണ് ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുക. ഇത് നമുക്ക് അപ്ലൈ ചെയ്താൽ എളുപ്പം പല റിസൾട്ടുകളിലും എത്തിച്ചേരാം. The rest we will see in the next postings. Thank you.